ഹലോ ഹായ് ഒരുപടി കുളിച്ചു. പക്ഷെ എനിക്ക് ഇതൊന്നും തോർത്താനുള്ളൊരു കഴിവില്ല. കിടക്കലുള്ള വീഡിയോ എടുത്തിട്ട് അങ്ങ് കിടക്കും. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം പറയാനുണ്ട്. എനിക്ക് പൊതുവെ ഇങ്ങനെ ഇതിൽ വിശ്വാസമില്ല. ഏത് ജാതകത്തിൽ, ജ്യോതിഷത്തിൽ, പ്രേതം, കൂളി, പിന്നെ മറ്റേ എന്താണ് മറി, കൊത്ത്, കുന്ത്രാണ്ടം, മറ്റേ ദർശനം, തെക്കോട്ട്, വടക്കോട്ട്, ഇങ്ങനെ ഒന്നിലുമില്ല. അമ്പലത്തിൽ പോകാനും പണ്ട് നിർബന്ധിച്ച് ഇവിടുന്ന് കുറേ കാലം അമ്പലത്തിൽ പോയിപ്പിച്ചിരുന്നു, ഒന്നും അറിയാത്ത സമയത്ത്. അറിയാനായി നല്ല ബോധം വന്നതിന് ശേഷം ഇല്ല എന്ന് പറയാം. പിന്നെ ഉത്സവത്തിൻ്റെ ഇടയിൽ പോവാറില്ല. പക്ഷേ ഉത്സവമൊന്നുമില്ലാത്ത സമയത്ത് ആൾക്കാർ അത്യാവശ്യം എന്തായാലും ഇപ്പം എനിക്ക് വേണ്ടി ഒരു അമ്പലത്തിൽ പോകേണ്ടിയിരിക്കുമല്ലോ. അത്യാവശ്യം ആൾ ഉള്ളതല്ല, നമുക്ക് ആ ഒരു അന്തരീക്ഷമില്ലേ, ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ്. ചന്ദനത്തിരീൻ്റെ സ്മെല്ലും കളഭത്തിൻ്റെ സ്മെല്ലും കുങ്കുമവും ആ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചന്ദനവും കുങ്കുമൊക്കെ തൊടാൻ ആ ഒരു നാടൻ ഭംഗി അതിലും ഇഷ്ടമാണ്. അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ട കാര്യം മാത്രമേ ഞാൻ വിശ്വസിക്കൂ. അന്നേരം നിങ്ങൾ ചോദിക്കും, നിങ്ങൾ അച്ഛൻ്റെ അച്ഛനെ കണ്ടിനു എന്ന്. അതിൻ്റെ ബാക്കിയാണല്ലോ നമ്മൾ. മറ്റേതിൻ്റെ ബാക്കി എവിടെയും ഉണ്ടെങ്കിൽ ആലോചിക്കാം. അതിലേക്ക് കിടക്കണ്ട. ഇപ്പം എന്താ പറയാൻ വരുന്നതെന്ന് പറഞ്ഞാൽ കാര്യം പറഞ്ഞാൽ പോരെ. അപ്പം തിന്നാൽ പോരെ, കുഴിയെണ്ണാണോ? എനിക്ക് തീരെ വിശ്വാസമില്ല എന്ന് പറയാനൊരു കാരണം കൂടിയുണ്ട്. ഞാൻ നല്ലൊരു 1.5 നക്ഷത്രമാണ്. എന്താണെന്നറിയോ? വിശാഖം തിരുനാൾ, ശ്രീലത തമ്പുരാട്ടി, മഹാനടൻ മമ്മൂട്ടി, വിശാഖം. മുന്നേ കേട്ടിട്ടുണ്ട്. ഇപ്പം ശബരിമലയിൽ റെസീറ്റ് മുറിച്ചപ്പോൾ കൺഫേമായി. മുന്നേ കേട്ടിട്ടുണ്ട് വിശാഖ നക്ഷത്രമാണ്. പിന്നെ എൻ്റെ അമ്മേൻ്റെ അമ്മാവൻ്റെ ഒരു വലിയമ്മായി അമ്മേൻ്റെ അമ്മായി, വലിയ കർണോറ അമ്മായി, ആ അമ്മായി വിശാഖ നക്ഷത്രമാണ്. നല്ല രാജകീയമായി അമ്മാവൻ്റെ കൂടെ അമ്മാവൻ്റെ മാക്സിമം സ്നേഹവും കെയറിങ്ങും തമ്പുരായിട്ടായിട്ട് തന്നെ ജീവിച്ചു. പരമസുഖമായിട്ട് ജീവിച്ചു. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം എല്ലാവരും ലൈഫിലും ഉണ്ടാവില്ലേ. അതേപോലെ വയസ്സ് കാലത്ത് കുറച്ച് അമ്മാവൻ മരിച്ചു, അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ കുറച്ച്. പക്ഷെ അവസാന കാലത്ത് നമ്മളെല്ലാം നന്നായിട്ട് പോയി നോക്കും, ഓർമ്മയില്ലാത്തവരും പോയി സംസാരിക്കും അമ്മായിയോട്. എന്നെ കാണുമ്പോൾ വേറെ ആരെല്ലോ ചോദിക്കലെല്ലാം ഉണ്ട്. പിന്നെ എന്നെ മാത്രം മനസ്സിലായ കുറേ കാലം ഉണ്ടായിരുന്നു. മക്കളൊന്നും അടുത്തില്ലാത്തവരും. അമ്മായിൻ്റെ ചെറിയ മോനും ഞാനും എൻ്റെ അമ്മയെല്ലായിരുന്നു അമ്മായിൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർ. ഇതിപ്പോൾ പറയാൻ കാരണം, അമ്മായി വിശാഖ നക്ഷത്രമാണ്. ഒരു സാധാരണ പോലെ നന്നായിട്ട് തന്നെ ജീവിച്ച് ഏറ്റവും കൂടുതൽ അമ്മാവൻ സ്നേഹിച്ച് നോക്കി. അങ്ങനെ തന്നെയായിരുന്നു ആ അമ്മായി. പിന്നെ അടുത്തത് പറയാം, എൻ്റെ വല്യമ്മേൻ്റെ മോൻ, എൻ്റെ ബ്രദർ, ഏച്ചിനിൻ്റെ മക്കൾ, അവനൊരു മോനേ ഉള്ളൂ. ആള് കോടീശ്വരനാണ്. പൈസേൻ്റെ അല്ല, എന്തുണ്ടായാലും വെട്ടി തുറന്ന് പറയും. അന്നും ഇന്നും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കാര്യമാണ്. അനിയൻ തന്നെയാണ്. അനിയൻ തന്നെയാണ് നല്ല അനിയനാണ്. മിനിയാന്ന് ഒരു പിന്നെ ഗുളിക, അത് പറയുമ്പോൾ സങ്കടം വരും, ഗുളിക ആ മെഡിക്കൽ ഷോപ്പിൽ അവർ മറന്നുപോയി. അപ്പം ഇവൻ കുഞ്ഞു മോക്ക്, എൻ്റെ മോള് കാലിന് ലേശം പൊള്ളിപ്പോയി. അതിൻ്റെ ഓയിൻമെൻറ്റ് വാങ്ങാൻ പോയപ്പോൾ, ഓയിൻമെൻറ്റ് വാങ്ങാൻ ഇവൻ പോയപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ആൾ ഗുളിക കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് ഇവൻ വാങ്ങി വന്നു. ഇവൻ അരി വാങ്ങാൻ പോയത്. അപ്പം എനിക്ക് കഴിക്കാൻ വൈകുമെന്ന് വെച്ചിട്ട് പാവ അതും കൊണ്ട് ഓടി വന്നു. പിന്നെ അവനും
നല്ല ലൈഫാണ്, വൈഫുണ്ട്, കുഞ്ഞുമോളുണ്ട്, വിശാഖ നക്ഷത്രമാണ്. പിന്നെ എൻ്റെയും അമ്മായിൻ്റെയും വലിയ അമ്മായിൻ്റെയും ഈ ബ്രദർ, നമ്മൾ മൂന്നാളും ഒരു ദിവസമാണ് ബർത്ത്ഡേ. വിശാഖം മൂന്നാളും ഒരു ദിവസമാണ്. ഞാനിപ്പോൾ പറഞ്ഞ നാലാമത്തെ ആൾ ഞാൻ. ഒന്ന് മമ്മൂട്ടി, രണ്ടാമത് അമ്മായി, മൂന്നാമത് ഈ ബ്രദർ, നാലാമത് ഞാൻ. പക്ഷേ ഈ മൂന്നാളും നല്ല ലൈഫാണ്. അതിപ്പോൾ പറഞ്ഞ പോലെ അസുഖം സാധാരണയാണ്, മരണം സാധാരണയാണ്, ഏറ്റക്കുറച്ചിലുകളെല്ലാം സാധാരണയാണ്. പക്ഷേ ഏറ്റവും ഇല്ലാതെ ഇറക്കം മാത്രമുള്ളൊരു വിശാഖ നക്ഷത്രക്കാരി ഞാനാണ്. ഞാൻ ജനിച്ച മുതൽ ഒരു സന്തോഷം എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഞാനും വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല നക്ഷത്രം എന്നാണ് പറയുന്നത്. ഞാൻ ഇതിനിടെ ഒരു ജ്യോതിഷ ഒരാളെ സംസാരിക്കുന്നത് കേട്ടപ്പം ഭയങ്കരം നമുക്കെന്നെ നമ്മളെന്നോന്ന് ചിന്തിച്ചു പോകും. പക്ഷെ ഈ മൂന്നാളും, മഹാനടനെ കുറിച്ച് ഞാൻ പറയാനൊന്നും യോഗ്യതയുള്ള ആളല്ല, അതുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളും കൂടിയാണ്. ആ അമ്മായിയും അതെ, ഈ ബ്രദറും അതെ, രണ്ടാളും നല്ല നിലയിൽ ജീവിക്കുന്നത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അമ്മായി മരിച്ചുപോയി. പക്ഷെ നമ്മളെ കൊണ്ടെല്ലാം പറ്റുന്ന പോലെ അമ്മായിനെ മെൻ്റലി ഫിസിക്കലി എല്ലാം പോയി കാണാനും കെയർ ചെയ്യാനെല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഈ അനിയനേ ഉള്ളൂ. നമ്മൾ 2 വിശാഖക്കാർ ഒരു ദിവസം ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേക്ക് പായസമെല്ലാം ആക്കിയിട്ട് ഇവൻ്റെ അച്ഛൻ നമുക്കെല്ലാം എത്തിക്കും. എൻ്റെത് പിന്നെ അമ്മ എന്തെങ്കിലും എല്ലാം ആയിട്ട് ഇടുന്ന് കാട്ടിക്കൂട്ടും. ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നല്ല, അമ്മ ആത്മാർത്ഥമായിട്ട് ചെയ്യും. ഞാൻ പിന്നെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനൊന്നും പോയില്ല, അമ്മ കാര്യമായിട്ട് ചെയ്യും, അമ്മ എല്ലാവരുടെയും ചെയ്യും. ഇപ്പം അത് പറയാൻ എന്നാ കാരണം, ഇതെങ്ങനെ വിശ്വസിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു. ഈ ഒരു നക്ഷത്രത്തിൽ എങ്ങനെ വിശ്വസിക്കണം? ഞാൻ കാണുന്ന വിശാഖക്കാരെല്ലാം നന്നായിട്ട് ജീവിക്കുന്നു. ഈ ഏറ്റവും നരകം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ലേഡിയും വിശാഖ ആയിരിക്കൂലേ നമ്മളെ റോഡിൽ കാണുന്നതോ പ്രയാസം അനുഭവിക്കുന്നതോ എന്തെങ്കിലും? എനിക്കറിയുന്നില്ല, എനിക്ക് നോ വേർഡ്സ്. അതായത് വിശ്വസിക്കാനും വിശ്വസിക്കാനും പറ്റൂല, വിശ്വസിക്കാതിരിക്കാനും പറ്റൂല. ജ്യോതിഷക്കാരൊക്കെ കുറേയെല്ലാം ബിസിനസ്സാണ്. അതിലും ഞാൻ അത്രമാത്രം അങ്ങനെ വിശ്വസിക്കുന്നില്ല. 99% ബിസിനസ്സാണ്. അതേപോലെ അമ്പലത്തിൽ പോയിട്ട് പൈസ കൊടുക്കാനും കളിയാട്ടത്തിൻ്റെ തിരക്കിൽ പോയിട്ട് ആഘോഷിക്കാനും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ നക്ഷത്രത്തിലൊക്കെ വല്ലതും ഉണ്ടോയെന്ന് ഞാനിങ്ങനെ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എനിക്ക് അറിയുന്നവരുണ്ടെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, മറുപടി പറയണം. എൻ്റെ ലൈഫിൽ എൻ്റെ നക്ഷത്രത്തിനെ കൊണ്ടൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇനി എനിക്കൊരു ഗുണം ആഗ്രഹിക്കുന്നുമില്ല, വേണ്ട എന്തായാലും. അതുകൊണ്ട് അറിയുന്നവരെനിക്കൊന്ന് പറഞ്ഞു തരണേ. ഒന്നാന്ന് വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. ഓക്കേ.